എല്ലാവർക്കും PSC വോയേജറിന്റെ ഡെയിലി കറണ്ട് അഫെയർസ് സെഷനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫെയർസ് എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ക്ലാസ്സിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം: സംരംഭകത്വവും സ്വാശ്രയത്വവും വഴി യുവാക്കളെ സ്വയം പര്യാപ്തരാക്കുവാൻ സഹായിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി പ്രധാനമന്ത്രി മുദ്രാ യോജന. അപ്പോൾ ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പ്രധാനമന്ത്രി മുദ്രാ യോജന എന്ന് പറയുന്നത്. ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് യുവാക്കളെ സ്വയം പര്യാപ്തരാക്കുവാൻ, സംരംഭകത്വവും സ്വാശ്രയത്വവും വഴി യുവാക്കളെ സ്വയം പര്യാപ്തരാക്കുവാൻ സഹായിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പ്രധാനമന്ത്രി മുദ്രാ യോജന. അപ്പോ ഈ പ്രധാനമന്ത്രി മുദ്രാ യോജനയുടെ 10ാം വാർഷികമാണ്. ഇപ്പൊ ഈ അടുത്തിടെ 10 വർഷമായി പ്രധാനമന്ത്രി മുദ്രാ യോജന ലോഞ്ച് ചെയ്തിട്ട്. അപ്പോൾ നമുക്കതൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ ചോദ്യം ഒന്നോടെ നോക്കുക. സംരംഭകത്വവും സ്വാശ്രയത്വവും വഴി യുവാക്കളെ സ്വയം പര്യാപ്തരാക്കുവാൻ സഹായിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പ്രധാനമന്ത്രി മുദ്രാ യോജന. അടുത്ത ചോദ്യം: ഫ്ലോറികൾച്ചർ ക്രോപ്സിന്റെ ഉൽപാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം. 2ാം സ്ഥാനമാണ് ഫ്ലോറികൾച്ചർ ക്രോപ്സിന്റെ ഉൽപാദനത്തിൽ ഇന്ത്യക്ക്. ഈ ഫ്ലോറികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? പൂക്കളും സസ്യജാലങ്ങളും വളർത്തി വിപണനം ചെയ്യുന്നതിനെ കുറിച്ചുള്ള പഠനമാണ് ഫ്ലോറികൾച്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫ്ലോറികൾച്ചർ ക്രോപ്സിന്റെ ഉൽപാദനത്തിൽ 1ാം സ്ഥാനം ഏത് രാജ്യത്തിനാണ്? അത് ചൈനയ്ക്കാണ്. അപ്പോ 1ാം സ്ഥാനം ചൈനയ്ക്കും ഇന്ത്യക്ക് ഫ്ലോറികൾച്ചർ ക്രോപ്സിന്റെ ഉൽപാദനത്തിൽ 2ാം സ്ഥാനവുമാണ്. അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. 2025 ബുക്കർ സമ്മാനത്തിനുള്ള ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ഏക പുസ്തകം ഹാർട്ട് ലാമ്പ്. അതാണ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇത് ബുക്കർ സമ്മാനത്തിനുള്ള ചുരുക്കപ്പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും ഒറ്റ ഒരു ബുക്ക് മാത്രമാണ് ആ ഒരു ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയുള്ളൂ. അത് ഏത് ബുക്കാണ്? ഹാർട്ട് ലാമ്പ്. ഇതിന്റെ ഓതർ ബാനു മുഷ്താഖ്. സോ ബാനു മുഷ്താഖിന്റെ ഹാർട്ട് ലാമ്പ് എന്ന കൃതിയാണ് 2025 ബുക്കർ സമ്മാനത്തിനുള്ള ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ഏക പുസ്തകം. മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യയിലെ ആദ്യ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ക്ലൈമറ്റ് റിസർച്ച് സ്റ്റേഷൻ സ്ഥാപിച്ചത് എവിടെ? ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീരിലെ ഉദ്ധംപൂർ എന്ന സ്ഥലത്താണ് ഇന്ത്യയിലെ ആദ്യ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ക്ലൈമറ്റ് റിസർച്ച് സ്റ്റേഷൻ സ്ഥാപിച്ചത്. 2024 കണക്കുകൾ പ്രകാരം കാറ്റിൽ നിന്നും സൗരോർജത്തിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 3. കാറ്റിൽ നിന്നും സൗരോർജത്തിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 3ാം സ്ഥാനമാണ് ഇന്ത്യക്ക്. അപ്പോൾ 2024 കണക്കുകൾ പ്രകാരം കാറ്റിൽ നിന്നും സൗരോർജത്തിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: 2025 മാർച്ചിൽ വൈറ്റ് ഹൈഡ്രജൻ എന്നറിയപ്പെടുന്ന സ്വാഭാവിക ഹൈഡ്രജന്റെ വൻ ശേഖരം കണ്ടെത്തിയ രാജ്യം? ഫ്രാൻസ്. എവിടെയാണ് ഈ സ്വാഭാവിക ഹൈഡ്രജന്റെ വൻ ശേഖരം കണ്ടെത്തിയത്? ഫ്രാൻസ്. അപ്പോൾ വൈറ്റ് ഹൈഡ്രജൻ എന്നറിയപ്പെടുന്ന സ്വാഭാവിക ഹൈഡ്രജന്റെ വൻ ശേഖരം കണ്ടെത്തിയ രാജ്യമാണ് ഫ്രാൻസ്. ഇന്ത്യയിലെ ഓരോ കുട്ടിക്കും ആരോഗ്യകരവും സന്തോഷകരവുമായ ബാല്യകാലം ഉറപ്പാക്കുക എന്ന ലക്ഷ്യവുമായി കേന്ദ്ര സർക്കാർ വനിതാ ശിശുവികസന മന്ത്രാലയം വഴി സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന സമഗ്ര പദ്ധതി മിഷൻ വാത്സല്യ. ഇപ്പോൾ PSCയിൽ സ്ഥിര സാന്നിധ്യമായിട്ട് കാണുന്ന ഒരു ചോദ്യമാണ് പദ്ധതികൾ എന്ന് പറയുന്നത്. കേന്ദ്ര സർക്കാർ പദ്ധതികളായാലും സംസ്ഥാന സർക്കാർ പദ്ധതികളായാലും PSCയിൽ പല തവണകളിൽ നമ്മളിങ്ങനെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അപ്ഡേറ്റഡ് ആയിട്ട് വരുന്ന പദ്ധതികളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന പദ്ധതി എന്ന് പറയുന്നത് മിഷൻ വാത്സല്യ. അതൊരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. കുട്ടികൾക്കായിട്ടുള്ള ഒരു പദ്ധതി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇത് ഇന്ത്യയിലെ ഓരോ കുട്ടിക്കും ആരോഗ്യകരവും സന്തോഷകരവുമായ ബാല്യകാലം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ചിരിക്കുന്ന പദ്ധതിയാണ് മിഷൻ വാത്സല്യ. ഈ മിഷൻ വാത്സല്യ പദ്ധതി വനിതാ ശിശുവികസന മന്ത്രാലയം വഴി സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്.
അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. അയൽക്കൂട്ട അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കുന്ന കുടുംബശ്രീ പദ്ധതി. വീണ്ടും ഒരു പദ്ധതിയാണ്, അതൊരു കുടുംബശ്രീ പദ്ധതിയാണ്. അതെന്താണ്? അയൽക്കൂട്ട അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കുന്ന കുടുംബശ്രീ പദ്ധതി. ആ പദ്ധതിയുടെ പേരാണ് ജീവൻ ദീപം ഒരുമ. പദ്ധതിയുടെ പേര് ജീവൻ ദീപം ഒരുമ. ജീവൻ ദീപം ഒരുമ പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? അയൽക്കൂട്ട അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകുക. അതാണ് ജീവൻ ദീപം ഒരുമ പദ്ധതിയുടെ ലക്ഷ്യം. കേരള സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പ്, കുടുംബശ്രീ, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നിവ സംയുക്തമായിട്ടാണ് ഈ ജീവൻ ദീപം ഒരുമ എന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. ആരൊക്കെ ചേർന്നാണ് ഈ ജീവൻ ദീപം ഒരുമ പദ്ധതി നടപ്പിലാക്കുന്നത്? കേരള സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പും കുടുംബശ്രീയും ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നിവ സംയുക്തമായിട്ടാണ് ഈ ജീവൻ ദീപം ഒരുമ പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പോൾ അയൽക്കൂട്ട അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കുന്ന കുടുംബശ്രീ പദ്ധതിയാണ് ഏത്? ജീവൻ ദീപം ഒരുമ. അടുത്ത ചോദ്യം, കോമൺവെൽത്ത് നേഷൻസിന്റെ 7ാം സെക്രട്ടറി ജനറലായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി? ഷേർലി ബോച്ച്വേ. അപ്പോൾ കോമൺവെൽത്ത് നേഷൻസിന്റെ 7ാമത്തെ സെക്രട്ടറി ജനറലായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഷേർലി ബോച്ച്വേ. കേന്ദ്ര കായിക മന്ത്രാലയം ഏർപ്പെടുത്തിയ 2022-23 നാഷണൽ യൂത്ത് അവാർഡ് നേടിയ വ്യക്തി? ജോവാന ജുവൽ. ഇപ്പൊ ജോവാന ജുവൽ ആണ് കേന്ദ്ര കായിക മന്ത്രാലയം ഏർപ്പെടുത്തിയ 2022-23 നാഷണൽ യൂത്ത് അവാർഡ് നേടിയ വ്യക്തി. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ക്വിക്കായിട്ടൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ആദ്യം നമ്മളൊരു കേന്ദ്ര സർക്കാർ പദ്ധതിയെ കുറിച്ചായിരുന്നു പറഞ്ഞത്. സംരംഭകത്വവും സ്വാശ്രയത്വവും വഴി യുവാക്കളെ സ്വയം പര്യാപ്തരാക്കുവാൻ സഹായിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി ഏതായിരുന്നു? പ്രധാനമന്ത്രി മുദ്രാ യോജന. ഫ്ലോറികൾച്ചർ ക്രോപ്സിന്റെ ഉൽപാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം? 2ാം സ്ഥാനം. 2025 ബുക്കർ സമ്മാനത്തിനുള്ള ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ഏക പുസ്തകം? ഹാർട്ട് ലാമ്പ്. ആരായിരുന്നു ഹാർട്ട് ലാമ്പിന്റെ ഓതർ? ബാനു മുഷ്താഖ്. ഇന്ത്യയിലെ ആദ്യ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ക്ലൈമറ്റ് റിസർച്ച് സ്റ്റേഷൻ സ്ഥാപിച്ചത് എവിടെ? ജമ്മു കാശ്മീർ. ഉദ്ധംപൂര്, ജമ്മു കാശ്മീർ. ഉദ്ധംപൂരിലാണ് ഹൈ ഓൾട്ടിറ്റ്യൂഡ് ക്ലൈമറ്റ് റിസർച്ച് സ്റ്റേഷൻ സ്ഥാപിച്ചത്. 2024 കണക്കുകൾ പ്രകാരം കാറ്റിൽ നിന്നും സൗരോർജത്തിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 3. 2025 മാർച്ചിൽ വൈറ്റ് ഹൈഡ്രജൻ എന്നറിയപ്പെടുന്ന സ്വാഭാവിക ഹൈഡ്രജന്റെ വൻ ശേഖരം കണ്ടെത്തിയ രാജ്യം? ഫ്രാൻസ്. ഇന്ത്യയിലെ ഓരോ കുട്ടിക്കും ആരോഗ്യകരവും സന്തോഷകരവുമായ ബാല്യകാലം ഉറപ്പാക്കുക എന്ന ലക്ഷ്യവുമായി കേന്ദ്ര സർക്കാർ വനിതാ ശിശുവികസന മന്ത്രാലയം വഴി സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന സമഗ്ര പദ്ധതി? മിഷൻ വാത്സല്യ. അയൽക്കൂട്ട അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കുന്ന കുടുംബശ്രീ പദ്ധതി? ജീവൻ ദീപം ഒരുമ. കോമൺവെൽത്ത് നേഷൻസിന്റെ 7ാം സെക്രട്ടറി ജനറലായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി? ഷേർലി ബോച്ച്വേ. കേന്ദ്ര കായിക മന്ത്രാലയം ഏർപ്പെടുത്തിയ 2022-23 നാഷണൽ യൂത്ത് അവാർഡ് നേടിയ വ്യക്തി? ജോവാന ജുവൽ. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ്. ഇനി കഴിഞ്ഞ ദിവസത്തെ കറണ്ട് അഫയർ ക്ലാസ്സിൽ നിന്നും ഒരു ചോദ്യം ചോദിക്കാം. നിങ്ങൾക്ക് റീകളക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. സംസ്ഥാനത്തെ ആദിവാസി ഊരുകളിൽ നിന്നും മൺമറയാൻ സാധ്യതയുള്ള കലാരൂപങ്ങൾ കണ്ടെത്തി പ്രൊഫഷണൽ പ്രോഗ്രാം ആക്കുന്നതിനായി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതി? ഉത്തരങ്ങൾ താഴെ കമന്റായി അറിയിക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പോളിലൂടെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് PSC വോയേജർ എന്ന നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കൂടി എല്ലാവരും അംഗമാകൂ. ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്